എല്ലാവർക്കും നമസ്തേ. ഇന്നെൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ ആയിട്ടുള്ള മത്തങ്ങ അല്ലെങ്കിൽ പംകിൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട എന്നൊക്കെ ഇതിനെ പറയാം. എന്തായാലും വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് 300 ഗ്രാം നല്ല പഴുത്ത മഞ്ഞ നിറമുള്ള മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിന് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ മത്തങ്ങ നല്ല സ്മൂത്തായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? സ്പൂൺ കൊണ്ട് കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 4 കപ്പ് മൈദയാണ് ഞാൻ ചേർക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ചപ്പാത്തി തയ്യാറാക്കാം കേട്ടോ. അതിലേക്ക് 1 കപ്പ് മത്തങ്ങ ഉടച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അല്പം ഓയിൽ അതിൻ്റെ പുറത്തായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇതിനി ഒരു ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ കൊണ്ട് അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയോ മറ്റോ ഉപയോഗിച്ച് ഒന്ന് അടച്ചു വെച്ച് 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം മാവൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടി ആ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഇത്രയും മതി. ഇതിനി ബോൾസ് ആക്കി എടുക്കാം. ഏകദേശം ഒരു 11 ബോൾ കിട്ടിയിട്ടുണ്ട്. ഓരോ ബോൾസും ഒന്ന് പ്രസ് ചെയ്ത് പൊടിയിൽ മുക്കി ഒന്ന് പരത്തിയെടുക്കാം. പുറത്തായിട്ട് ഓയിൽ ഒന്ന് തൂത്ത് കൊടുക്കാം. അല്പം പൊടിയും ഒന്ന് തൂക്കി കൊടുക്കാം. സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കാം. ഈ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ ബോൾസും ചെയ്തെടുക്കാം. പകുതി ബോൾസ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി പകുതി ബോൾസ് ഞാൻ ഇനിയും കാണിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഈ ഒരു രീതിയിൽ റൗണ്ടാക്കി ഒന്ന് പ്രസ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇതും 2 രീതിയും നല്ല ലെയേഴ്സ് കിട്ടാൻ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് എല്ലാം നന്നായിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഈ ഒരു കട്ടിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ശേഷം ഓരോ ചപ്പാത്തിയും നമുക്ക് ചുട്ടെടുക്കാം. അതിനുശേഷം പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ ചപ്പാത്തിയും നമുക്ക് ചുട്ടെടുക്കാം.
എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടാൽ നമ്മുടെ പായസ ബോളി പോലുണ്ട് അല്ലേ. നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കണം. അത്രയ്ക്ക് സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഇന്ന് ഞാനിത് നല്ല നാടൻ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈയുടെ ഒരു പീസ് ഒരു ചപ്പാത്തിയുടെ പുറത്തായിട്ടങ്ങ് വെച്ച്, നല്ല ചൂടാണ് കേട്ടോ. ഇതുപോലെ നല്ല ലേയേഴ്സുള്ള ചപ്പാത്തിയാണ്, കണ്ടില്ലേ എത്ര സോഫ്റ്റാണ് ചിക്കൻ ഫ്രൈ. നോക്കി, ഒരു രക്ഷയുമില്ല കേട്ടോ, അത്രയ്ക്ക് സ്വാദാണ്. ചപ്പാത്തി അത്രയും ലെയറും അത്രയും സോഫ്റ്റുമാണ്, ചിക്കൻ ഫ്രൈ അതിലും ടേസ്റ്റാണ്. ഒരു രക്ഷയുമില്ലാത്ത കോമ്പിനേഷനാണ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഈ ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് തീർച്ചയായിട്ടും കണ്ടു നോക്കി പരീക്ഷിച്ച് നോക്കണം. മത്തങ്ങ കൊണ്ടുള്ള ഈ ഒരു ചപ്പാത്തി അതിലും അടിപൊളിയാണ്. ഇത് ചപ്പാത്തിയെന്നോ പൊറോട്ടയെന്നോ ഒക്കെ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. എന്തായാലും നല്ല ഒരു കോമ്പിനേഷനാണ്. ചപ്പാത്തി ഞാനൊന്ന് മുറിച്ച് ലേയേഴ്സ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ചൂടുള്ളത് കൊണ്ട് കൈ തൊടാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഇതിൻ്റെ ലേയേഴ്സ് ഒന്ന് നോക്കിക്കേ, വളരെ സോഫ്റ്റുമാണ്. അത്രയ്ക്ക് ലെയറുണ്ട്. നമ്മളങ്ങ് മടക്കി പരത്തിയ രീതിയും അതുപോലെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് റോൾ ചെയ്തില്ലേ, രണ്ടും നല്ല ലെയേഴ്സ് തന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മത്തങ്ങ കൊണ്ടുള്ള ഈ ഒരു ചപ്പാത്തി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചൂടോടുകൂടി തന്നെ ഈ ഒരു ചപ്പാത്തി നിങ്ങൾ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈയുടെ കൂടി ഉണ്ടാക്കി കഴിച്ച ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് കമൻറ്റ് ബോക്സിൽ കൂടി ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.